ഫിഖ് പൊതുവെ കുറേ തുള്ളിപ്പൊടുക്കി പറഞ്ഞെങ്കിൽ ദുആ ഉള്ളൂ എന്ന ധാരണയാണ് പൊതുവെ സമൂഹത്തിലുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആദ്യം ഇബ്നു പറഞ്ഞു, ഞാൻ നബി എന്നല്ല. എന്താ വെച്ചാൽ ഇബ്നു ഉമറിന്റെ ഒരു അഹങ്കാരം വേണ്ട നടക്കാണ്. പിന്നെ മൂപ്പര് പറഞ്ഞ ഉത്തരം കിട്ടും തോന്നുമ്പോൾ അത് മൂപ്പരെ മനസ്സിൽ ഒരു റിയാവ് വന്നാൽ പ്രശ്നമാണ്. ഇബ്നു ഉമർ ദുആ ചെയ്തു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അപ്പോൾ ഈ പറഞ്ഞാക്കൊരു ഒരു റാഹത്തായി വിചാരിച്ച് കുറച്ച് തോന്നെ നേരം ഇബ്നു ഉമർ കൊണ്ട് തോൽക്കുന്നതാണ്. നമ്മുടെ ഭാഷ പോലെ ഒരു പൊരുളില്ലാതെ. അപ്പോൾ ഇയാൾ പറഞ്ഞു സിദ്, കുറച്ചുകൂടെ ഒക്കെ അധികം തോൽക്കി എനിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അപ്പോഴും ഇയാൾ പറഞ്ഞു സിദ്, അത് പോരാ, കുറച്ചുകൂടി വേണം. അപ്പോഴും വീണ്ടും ആവർത്തിച്ചു. അപ്പോഴും ഇയാൾ പറഞ്ഞു സിദ്. അപ്പൊ ഇബ്നു ഉമർ ഇനിയിപ്പോൾ എന്താ കൂട്ടാളോ ചോദിച്ചു. ഇതിലെല്ലാം ഉണ്ട്, ദുനിയാവിലെ ഹസനത്തും ആഖിറത്തിലെ ഹസനത്തും നരകമോചനം. എന്താണുള്ളത്? ഈ ദുആ നിർവഹിച്ചാൽ എല്ലാമായി. ഇത് ജമഅ ബൈന ഖൈറൈ ദുനിയാ വൽ ആഖിറ, ദുനിയാവിനും ആഖിറത്തിനും എല്ലാ ഖൈറും ഒരുമിച്ച് കൂട്ടിയ ദുആയാണ്. അപ്പൊ അതാണ് സ്വഹാബത്തിലൊക്കെ നിലപാട്. കുറേ ഇങ്ങനെ പാസൊപ്പിച്ച് ഭയങ്കര തകല്ലുഫ് കാണിച്ചത്, കൃത്രിമത്വം കാണിച്ചുള്ള പ്രാർത്ഥന ഒരു പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. സൂറ അറാഫിലെ ആയത്താണ്. നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം, തളർറുഅൻ താഴ്മയോടെ, വഖുഫിയതൻ സ്വകാര്യമായി. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരുവിടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ പ്രാർത്ഥനയിൽ അതിരുവിടുക എന്നൊരു പരിപാടിയുണ്ട്, അല്ലാഹുക്ക് ഇഷ്ടമില്ല. പ്രാർത്ഥനയിൽ അതിരുവിടാൻ പാടില്ല. ഒരു സഹാബിയുടെ മകൻ പ്രാർത്ഥിക്കുന്നത് വാപ്പക്ക് എടുക്കണം. സ്വർഗത്തിലെ ഓരോ സുഖങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിക്കാം, എനിക്ക് സ്വർഗത്തിൽ അത് വേണം, സ്വർഗത്തിൽ ഇത് വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെ ഓരോന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബാപ്പ പറഞ്ഞ മോനെ ഇങ്ങനെ പ്രാർത്ഥിക്കല്ല. പ്രാർത്ഥന അതിരുവിടുന്ന ഒരു കൗമ വരുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് അതാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീ റബ്ബിനോട് ഫിർദൗസിനെ ചോദിച്ചോ, അതിലെല്ലാം ഉൾപ്പെട്ടല്ലോ. അതാണ് ശരിക്കൊരു രീതി. പിന്നെ അതിന് മാറി പ്രാർത്ഥന ചൂഷണമായി മാറിയപ്പോഴാണ് ആൾക്കാർക്ക് നേരെ പൈസ കൊടുക്കുമ്പോൾ അതിനൊരു ഒരു മുതലായി തോന്നലെങ്കിലും വേണം. അല്ല ഉസ്താദിനെ പരിക്ക് വിളിച്ചോണ്ട് മൂപ്പര് നേരെ വന്നിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? അതിന്റെ ഉസ്താദ് പോലെ. അപ്പൊ മൂപ്പര് അൽഫാത്തിയെ വിളിച്ച് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഒരു കുറെ നേരം എന്താണ് മൂപ്പരത്, എത്ര കൊടുത്താലും ഒരു നഷ്ടമില്ല. അതാണ് ഇപ്പൊ അതിരുവിട്ട പ്രാർത്ഥന പാടില്ല. സ്വകാര്യമായിട്ടാണ് പ്രാർത്ഥന. ഹസൻ ബസ്രി പറഞ്ഞു, സ്വഹാബിമാരൊക്കെ സ്വകാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലും പരസ്യമാക്കുന്നില്ല. സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു അമലും പരസ്യമാക്കി അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ എല്ലാ അമലും സ്വകാര്യമായി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ക്ലാസ് ഒരു അമലാണ്, ഇത് സ്വകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എല്ലാവരും അറിയാം. നിസ്കരിക്കാൻ പള്ളിക്ക് വരിക സ്വകാര്യമായി ചെയ്യാൻ കഴിയില്ല. ഹജ്ജിനും ഉംറയ്ക്ക് പോകാം സ്വകാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നോമ്പ് നോൽക്കൽ സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ അമലാണ്. ദിക്ർ ദുആ തസ്ബീഹുകൾ സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ അമലാണ്. സ്വതക്ക കുറേയൊക്കെ സ്വകാര്യമാക്കാൻ പറ്റുന്ന അമലാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പൊ സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു അമലും പരസ്യമാവൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. ഹസൻ ബസ്രി 500ഓളം സഹാബിമാരെ കണ്ട് അവരിൽ നിന്ന് ദീനു പഠിച്ച താബിഈയാണ്. ഇത് 110 ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് വഫാത്താകുന്നത്. അദ്ദേഹത്തിന്റെ പള്ളിയിൽ ചില മനുഷ്യന്മാരെ ദ്വാരുന്നപ്പോ അല്പം ശബ്ദം കൂടി. ഒരു ശബ്ദം കൂട്ടിയതല്ല, ദ്വാരുന്നപ്പോ അറിയാതെ ഒച്ച കൂടി. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മുസ്ലിമൂന യജ്തഹിദൂന ഫി ദുആ വലാ യസ്മഉ ലഹും സൗത്തുൻ ഇൻ ഹുവ ഇല്ലൽ ഹംസു ബൈനഹും വബൈന റബ്ബിഹിം. സ്വഹാബിമാരൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അവരൊന്നും പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഉയരുമായിരുന്നില്ല. അവരുടെ പ്രാർത്ഥന അവരും പടച്ചറപ്പുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളായിരുന്നു എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതാണ് ശരിയായ നിലപാട്. ഇമാം അബൂ ഹയ്യാൻ അൽ-അൻദുസി റഹിമഹുള്ളാഹുടെ തഫ്സീർ ബഹ്റുൽ മുഹീത്തിൽ സൂറത്ത് അറാഫിലെ ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അതിന് ഈ സംഭവം എടുത്തു കൊടുക്കുന്നുണ്ട്. ഹസൻ ബസ്രി ഇങ്ങനെ പറഞ്ഞു എന്ന ഈ സംഭവം എടുത്തു കൊടുത്തിട്ട് അബൂ ഹയ്യാൻ റഹിമഹുല്ലാഹ് പറയാണ്, വലൗ ആശൽ ഹസനു ഇലാ ഹാദ സമാനിൽ അജീബ്. അത്ഭുതകരമായ ഈ കാലത്തൊക്കെ ഹസൻ ബസ്രി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം പറയാതെ. അന്ന് ആൾക്കാർ ദ്വാരപ്പോ ദേശം സൗണ്ട് കൂടിയപ്പോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും പറയുക 700 കൊല്ലം മുമ്പ് എഴുതിച്ചാണ്. അപ്പൊ എന്താ അന്നത്തെ പ്രത്യേകത? അതേപോലെ ഇപ്പൊ ചില മനുഷ്യന്മാര്
ഇവിടൊക്കെ വന്നിട്ടുണ്ട്. അബൂ ഹയ്യാൻ റഹിമഹുല്ലാഹ് സ്പെയിനുകാരനാണ്, 700 കൊല്ലം മുമ്പേ ജീവിച്ച ആളാണ്. അന്ന് ഇപ്പൊ ചില ആളുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മശായിഖന്മാരാണ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട്, ശൈഖുനാന്ന് പേരിട്ടുകൊണ്ട് ചില ആൾക്കാർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകളെ കണ്ണിൽ മേന്മയുടെ വേഷമായി അറിയപ്പെട്ട വസ്ത്രമാണ് അവർ ധരിക്കുക. എല്ലാവരും ഒരു ബാധിച്ച പ്രത്യേക വേഷം ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ പോലെ ശ്രദ്ധിക്കുള്ളൂ. പോലെ ജോലിക്കൊന്നും പോകില്ല, നയിച്ചാൽ തയ്യാറില്ല. അങ്ങനത്തെ ചില മനുഷ്യന്മാർ ഇപ്പം ഉണ്ട്. അവർ പള്ളികളിലോ പ്രത്യേകമായ ഒരു കേന്ദ്രങ്ങളിലോ അവരങ്ങനെ ആളുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നു. ആളുകൾ അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് അവർ ജനങ്ങൾ വരികയും പോലെ കൈയിങ്ങനെ ചുംബിക്കാൻ വേണ്ടി നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ചില ആളുകൾ ഇപ്പോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവർക്കാണെങ്കിൽ കുറെ ശിഷ്യന്മാർക്ക് ഒരുപാട് മുരീദന്മാരുണ്ട്. അവർക്ക് ആ മുരീദന്മാരുടെ പണി യറൗനലഹും കറാമാത്തിൻ യുരീബുനഹും കറാമാത്തിൻ വയറൗനലഹും മനാമാത്തിൻ. ആ ശിഷ്യന്മാര് അവരുടെ കറാമത്തുകൾ പ്രചരിപ്പിക്കുന്നു. അവരുടെ കറാമത്തുകളെ ഈ ശിഷ്യന്മാർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യുരീബുനഹും കറാമാത്തിൻ, ശൈഖിന്റെ കറാമത്തുകളെ ശിഷ്യന്മാർ പ്രചരിപ്പിക്കുന്നു. വയറൗനലഹും മനാമാത്തിൻ, ശൈഖിന് വേണ്ടി ശിഷ്യന്മാർ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ കിതാബ് കാണാം, എന്നിട്ട് പോലെ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കുക. ഉസ്താദിനെ കറാമത്ത് പോലെ ഇങ്ങനെ പ്രചരിപ്പിക്കും. ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാർ ഇപ്പം ഉണ്ട്. ഇതൊക്കെ ഹസൻ ബസ്രി ഇന്നുണ്ടെങ്കിൽ എന്താ പറയാ? ഇന്നുള്ള ശൈഖന്മാരൊന്നും ഇപ്പം അന്നില്ല. അപ്പൊ ഇന്ന് പോലെ കണ്ട എന്താ പറയാ? തച്ചാട്ടപ്പെടുത്തി. ഇത് 700 കൊല്ലം മുമ്പ് എഴുതിച്ച അദ്ദേഹം പറയാം, എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ മനുഷ്യന്മാർക്കും ആൾക്കാരെ പൈസ കൊടുക്കുന്നുണ്ടല്ലോ, ഇവർക്കും നേർച്ച നേടുന്നുണ്ടല്ലോ, ഇവർക്കും വഖഫ് ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. എന്നിട്ട് ഈ ശൈഖന്മാരെ പണി ജനങ്ങൾക്ക് ഒരു പ്രത്യേകമായ ദിക്ർ ഉണ്ടാക്കി കൊടുക്കും. ജനങ്ങൾക്ക് ഒരു ദിക്ർ ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ലാഹു തആല ഭൂമിക്ക് അതൊക്കെ ഒരു കിതാബിലും ഈ ദിക്ർ കാണൂല. ലോകത്ത് വന്ന ഒരൊറ്റ റസൂലും ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ദിക്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഒരു നബിക്കും പരിചയമില്ലാത്ത, പടച്ചോനിറക്കി ഒരു കിതാബിലും പറയാത്ത ദിക്ർ ഇവരെ വക ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. ഇവരെ അധികം സംസാരിക്കില്ല, അധികം സംസാരിക്കില്ല. ഒരിങ്ങനെ പ്രത്യേകമായ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഹസൻ ബസ്രി ഇന്നുണ്ടെങ്കിൽ എന്തു പറയുമായിരുന്നു എന്നാണ് അന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അതിരുവിട്ട പ്രാർത്ഥനകളായിട്ടാണ് അവരൊക്കെ പരിചയപ്പെടുത്തിയത്. അപ്പൊ അതല്ല വേണ്ടത്. നബിതങ്ങൾ പറഞ്ഞ നബിയുടെ പ്രത്യേകത, എനിക്ക് ജവാമിഉൽ കരീം നൽകപ്പെട്ടിരിക്കുന്നു. കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയം ഉൾക്കൊള്ളുന്ന പദങ്ങൾ പ്രയോഗിക്കാൻ നബിയുടെ പ്രത്യേകത. അപ്പൊ നബിയുടെ ദുആക്ക് അങ്ങനെയാണ്. ഒക്കെ അരവരി, ഒരു വരി, 1.5 വരി, 2 വരിയൊക്കെ ഉണ്ടാവും. അല്ലാതെ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന അങ്ങനത്തെ ഒരു ദുആ പോലും ഉണ്ടാവില്ല. കുറഞ്ഞ വാക്കുകളിൽ എല്ലാം ഉൾക്കൊള്ളുന്ന, ആശയം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ, അതാണ് നബിതങ്ങൾ പഠിപ്പിച്ച രീതികൾ. അതാണ് നമ്മളും ശീലിച്ചു വരേണ്ടത്. നമുക്ക് ചില ഇങ്ങനെ ഈ കാട്ടിക്കുട്ടൽ കാണുമ്പോഴാണ് അപ്പോഴെ ദുആ ആവുള്ളൂ തോന്നുന്നത്. അപ്പൊ മരിച്ചോട്ട് പോയത് നോക്കണം. നബിതങ്ങൾ ഒരു മരിച്ച വീട്ടിൽ വന്നാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അബൂ സലമ നബിതങ്ങൾ വന്നു, അല്ലാഹു മഗ്ഫിർ ലി സലമ വറഫദതു ഫിൽ മഹ്ദി, പഠിച്ച അബൂ സലമയെ പുറത്തു കൊടുക്കണേ, സ്ഥാനം വർദ്ധിപ്പിക്കണേ, ഏറ്റവും നല്ല പിൻഗാമിയെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞു. നബി ദുആ ചെയ്തു. നമ്മൾ മരിച്ച വീട്ടിൽ ഒരു ഉസ്താദ് വന്നിട്ട് അത് പറഞ്ഞു പോയാലോ? അപ്പൊ ഇത് ദുആ ചെയ്തു. വിവാഹത്തെ ചെന്നാൽ നബി പ്രാർത്ഥിക്കുന്നുണ്ട്, ബറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഇതെല്ലാം കിട്ടി, ആവശ്യമുണ്ട്. അത് മാത്രം ദുആയിരുന്നാലോ ദുആയിട്ട് പരിഗണിക്കൂല. അപ്പോഴാണ് നേരത്തെ പറഞ്ഞപ്പോൾ അൽഫാത്തിഹയെ വിളിച്ച് ഒരു അരമണിക്കൂറാണ്ട് ശ്വാസം വിടാതെ എന്തൊക്കെയോ നുള്ളി പൊടിക്കാൻ പറഞ്ഞു പോകുമ്പോൾ അത് ഭയങ്കര ഒരു പ്രാർത്ഥനയായിട്ട് കണക്കാക്കി പോവാം. അതൊന്നും ശരിയല്ല എന്ന് കൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക.